2006 കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF കളത്തിലിറക്കിയത് കേരള കോൺഗ്രസ് ബി എന്ന ഘടകകക്ഷി നേതാവായ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി 48-കാരിയായ ഒരു വനിതാ നേതാവിനെ രംഗത്തിറക്കി. പേര് ആയിഷ പോറ്റി. അന്ന് ആർ ബാലകൃഷ്ണപിള്ള എന്ന കരുത്തനായ നേതാവിനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിഷ പോറ്റി 12ാം നിയമസഭയിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് എത്തി. 1991 CPMൽ അംഗമായ ആയിഷ കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് 2000 തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് 2005 വരെ പ്രവർത്തിച്ചു. 2005 നടന്ന തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് ഈ സ്ഥാനം രാജിവെച്ചു. CPIM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗം, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ദേശീയ സമിതി അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം, വനിതാ സബ് കമ്മിറ്റി കൺവീനർ, കൊല്ലം ജില്ലാ ലോയേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച് പാർട്ടിയുമായി വലിയ ബന്ധമുള്ള വനിതാ നേതൃമുഖമാണ് ആയിഷ. എന്നാൽ ഇപ്പോൾ ആയിഷ പോറ്റി എന്ന ആ വനിതാ നേതാവ് കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു, കോൺഗ്രസിൽ അംഗമാകാൻ പോകുന്നു എന്നതടക്കമുള്ള വാർത്തകൾക്ക് ചൂട് ഏറിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ക്ഷണിതാവായതാണ് പ്രധാന കാരണം. അതിലിപ്പോൾ പ്രതികരിച്ചുകൊണ്ട് CPIM മുൻ MLA ആയിഷ പോറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണം എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കോൺഗ്രസുമായി വേദി പങ്കിടുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് MLA എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയാണെന്നല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ആയിഷ പോറ്റി ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കോൺഗ്രസിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും പറയാൻ പറ്റില്ലെന്നായിരുന്നു ആയിഷ പോറ്റിയുടെ പ്രതികരണം. ഒരിടത്തേക്കും പോകാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഫഷണൽ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ല. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ആയിഷ പോറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചു. കോൺഗ്രസിലേക്ക് ക്ഷണം വന്നാൽ പോകില്ലെന്ന് പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അത്തരമൊരു വിഷയം ഉദിക്കുന്നില്ല എന്നായിരുന്നു CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ പ്രതികരണം. എനിക്കിപ്പോൾ ഒരു രാഷ്ട്രീയവുമില്ല. MLA ആയ കാലത്ത് ഓടി നടന്നിരുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറി വരികയാണ്. പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ചുമതലകളിൽ നിന്ന് മാറ്റിയത്. ഞങ്ങളുടെ സഖാക്കൾക്ക് നല്ല സ്നേഹമാണ്. എന്നെ കിട്ടുന്നില്ലെന്ന് അവർ പറയാൻ ഞാനിപ്പോൾ പാർട്ടിയിൽ ആരുമല്ല. അധികാരമില്ലെങ്കിലും കൊട്ടാരക്കരയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒപ്പമുണ്ടാകും എന്നും ആയിഷ പോറ്റി പറഞ്ഞു വയ്ക്കുന്നു. കലയപുരം ആശ്രയ സങ്കേതത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ആയിഷ പോറ്റി പങ്കെടുക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CPMൽ നിന്ന് അകന്നു കഴിയുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ചർച്ചകൾക്ക് വഴിവെച്ചത്. യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണമാണ് ആയിഷ പോറ്റി നിർവഹിക്കുക. ചാണ്ടി ഉമ്മൻ MLAയുടെ പരിപാടിയിൽ പങ്കെടുക്കും. CPM നേതൃത്വവുമായി അകൽച്ച പാലിച്ച ആയിഷ പോറ്റി ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നില്ല. പിന്നാലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പാർട്ടിയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ആയിഷ പോറ്റി എന്ന നേതാവ് ഇപ്പോൾ താൻ പാർട്ടിയിൽ ഇല്ല എന്നും തനിക്ക് രാഷ്ട്രീയമില്ല എന്നും ഒക്കെ മറുപടികൾ പറയുമ്പോൾ അവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ആയിഷ പോറ്റിക്ക് ഇപ്പോൾ എവിടെയോ ഒരു നോവ് അല്ലെങ്കിൽ ഒരു അകൽച്ച പാർട്ടിയോടുണ്ട് എന്നാണ്.